എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചിക്കൻ ഒരു ഫ്രൈ ഉണ്ടാക്കിയാണത്. ഒരു സ്പെഷ്യൽ ചിക്കനാണ്, ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്പെഷ്യൽ ചിക്കനാണ്. കണ്ടോ, ജ്യൂസി മാതിരി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് അങ്ങനെ ഒരു അപായ ടേസ്റ്റുള്ളൊരു ചിക്കൻ വറുത്താണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക, ഞാൻ വീഡിയോ ആദ്യം ആ സ്റ്റെപ്പ് എടുത്തു. ആ സ്റ്റെപ്പ് കുറച്ച് പകുതി കട്ടായി, അപ്പോൾ ഞാൻ അങ്ങനെ അത് ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറയാച്ചിട്ടാണ്. ഒരു 3/4 കിലോ, 1/2 കിലോ 3/4 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. അത് എല്ലില്ലാത്ത ചിക്കൻ ആവണം. ആ ചിക്കന് ക്ലീൻ ചെയ്ത് വെച്ച് അതിന് കുറച്ച് വലിയ പീസൊക്കെ ആവാം. നമുക്ക് അധികം എല്ലില്ലാത്ത ചിക്കനാച്ചാൽ കുറച്ച് വലിയ പീസായിട്ട് എടുത്തിട്ട്, ഞാൻ ഇപ്പോൾ മീഡിയത്തിലെടുത്തുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് വലുപ്പം ചിലപ്പോൾ കൂട്ടാം. അപ്പോൾ എങ്ങനെ വേണമെന്ന് എടുക്കാം. അത് എടുത്ത ശേഷം കുറച്ച് ഒരു 3/4 ലിറ്റർ പാലോളം വേണം. ആ പാലിന് നല്ല കുറുക്കി ഒരു 1/2 ലിറ്റർ ആക്കണം. ആ പാൽ ആറിച്ച ശേഷം ആ പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കുക ചിക്കനിൽ. അതിന് ശേഷം ഒരു മുട്ട, കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു മുട്ട, പിന്നെ വെളുത്തുള്ളിയുടെ പൊടിയായാലും കുഴപ്പമില്ല, വെളുത്തുള്ളി അരച്ചതായാലും കുഴപ്പമില്ല. ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരച്ച് അതിലിട്ടാലും മതി. പൊടി എൻ്റെ അടുത്ത് നടന്ന, അപ്പം ഞാനത് അരച്ചാട്ടത്. എല്ലാം കൂടെ നല്ല മിക്സ് ആക്കുക. എന്നിട്ട് ഒപ്പം പാലും ഈ ഇറച്ചിയും ഒപ്പം തന്നെ ഉണ്ടാവണം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ്, വിനീഗർ ഒരു 3 സ്പൂൺ വിനീഗർ ഒഴിക്കണം. അതൊക്കെ ഞാൻ എടുക്കുമ്പോൾ വിട്ടുപോയതാണ്, അവിടെ പറയണത് പ്രത്യേകം. ഒരു 3 സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് നല്ല മിക്സ് ആക്കുക. മസാല ഒരുപാടൊന്നും വേണ്ട. മുളക് പൊടി, ഒന്നുകൂടി പറയാം, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ പൊടി, വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി, പൊടിയായാലും മതി. കുറച്ച് 1/2 സ്പൂണോ അത്രേ വേണ്ടുള്ളൂ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ പാലിൽ ഒരു മുട്ടയും എല്ലാം മിക്സ് ആക്കിയിട്ട് ഒപ്പത്തിന് നിൽക്കണം. ചിക്കൻ്റെ ഒപ്പം പാൽ ഒഴിച്ചിട്ട് നല്ല മിക്സായി കൊടുക്കുക. മിക്സായി കൊടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല എല്ലില്ലാത്ത ചിക്കൻ വെച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും, ടേസ്റ്റായിട്ടുണ്ടാവും. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കനാണ്. അപ്പോൾ അതിന് ശേഷം 1 മണിക്കൂർ വെച്ച ശേഷം അതിന് ശേഷം പുറത്ത് വെച്ച് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ച് അതിന് ശേഷം നമുക്ക് ഒരു ബ്രെഡ് ഒരു 5-6 പീസ്, നമുക്ക് അതിനെത്ര ആവശ്യമാണ് അതിനനുസരിച്ചുള്ള ബ്രെഡ് പൊടി, മൈദപ്പൊടി, ഗോതമ്പല്ല മൈദപ്പൊടി, ഗോതമ്പ് പൊടി പക്ഷേ ഇടുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. മൈദപ്പൊടി 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് ബ്രെഡ് പൊടി, രണ്ടും കൂടെ മിക്സ് ആക്കുക. നല്ല മിക്സ് ആക്കിയ ശേഷം അതിൽ 1 സ്പൂണ് കുരുമുളക് പൊടി, അതേമാതിരി വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം. വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. വെളുത്തുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പാകത്തിനുള്ള ഉപ്പിട്ട് നല്ല മിക്സ് ആക്കണം. ഈ 2 പൊടികളും കൂടി, ബ്രെഡ് പൊടിയും മൈദപ്പൊടിയും കൂടി. അതിന് ശേഷം നല്ല മിക്സാക്കിയ ശേഷം നമ്മുടെ ചിക്കനെ ഓരോരോ കഷ്ണങ്ങളെടുത്ത് അതിന് നല്ല ഡിപ്പ് നല്ല പുരട്ടി കൊടുത്ത് അതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇപ്പുറത്തെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണയിൽ ഓരോന്നാട്ടിട്ട് വറുത്ത് കോരണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. അപ്പോഴേ അറിയുള്ളൂ അതിന് ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഓരോന്നോരോന്നാ ഇട്ട് കൊടുക്കണം. നല്ല പുരട്ടി കൊടുക്കണം. നല്ല ഈ പൊടികൾ, 2 പൊടികൾ, ബ്രെഡ് പൊടി, മൈദപ്പൊടിയൊക്കെ, അതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളത് തന്നെയല്ലേ, ബ്രെഡും മൈദപ്പൊടിയൊക്കെ. അതിൽ കുറച്ച് കുരുമുളക് പൊടി, വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം, പാകത്തിന് ഉപ്പ്, അങ്ങനെ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ആ മിക്സായ ശേഷം അതിൽ ഈ ഓരോ പീസായി എടുത്ത് നല്ല പുരട്ടി വയ്ക്കുക. അതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇട്ടിട്ട് 2 മിനിറ്റിന് ശേഷമാണ് അത് ഇളക്കാൻ പാടുള്ളൂ. ചില പൊടിയൊക്കെ അല്ലെങ്കിൽ അതിൽ എണ്ണയിൽ കലങ്ങി പോവും. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം എണ്ണയിൽ നിന്ന് കുറച്ച് തിരിച്ച് മെല്ലെ തിരിച്ച് മറിച്ചിട്ട് സിമ്മിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരണം. അങ്ങനത്തെ ഒരു ചിക്കനാണ് ചിക്കൻ ഫ്രൈ. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എല്ല് കുറച്ചുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കുറച്ചുകൂടി ഉത്തമമായി നീളത്തിൽ പീസാക്കിയിട്ടുണ്ടാക്കാം, ഒരേ അളവിന് പീസാക്കിയിട്ടുണ്ടാക്കാം. അതൊക്കെ നമ്മുടേതായ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ കറിക്ക് കൊണ്ടുവന്ന ചിക്കൻ കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കണത്, അത് കുറച്ചെടുത്ത് വെച്ച് എല്ലൊക്കെ കറി വെച്ചു. ഇറച്ചീനൊക്കെ എടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടേസ്റ്റായിട്ടുണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കണം, ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. അപ്പോഴേ അത് അറിയുള്ളൂ. ഉണ്ടാക്കാത്തവരൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കാണ് വീണ്ടും വീണ്ടും പറയണത്. തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം.
അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ. നമുക്ക് മയോണസ് വേണിച്ചാൽ മയോണസ് ഉണ്ടാക്കാം, അല്ല നമ്മൾ ഇത് മയോണസ് ഇല്ലാണ്ടും വേണിച്ചാൽ കഴിക്കാം. മയോണസ് ഇട്ട് കഴിച്ചാൽ സൂപ്പറായിട്ട് ഉണ്ടാവും. ചുമ്മാ ഒരു സാമ്പാർ സിമ്പിളായി രസമോ സാമ്പാർ എന്തിനും ഇത് കടിച്ചു കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ സൂപ്പറാണ്. ചുമ്മാവും കഴിക്കുക സ്നാക്സ് മാതിരി ചിക്കന്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ചിക്കൻ, വിരുമ്പി കഴിക്കലോ, ഇഷ്ടപ്പെട്ട് കഴിക്കലോ, ഒരുപാട് ഇഷ്ടത്തോടെ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. നല്ല പുരട്ടി പോകണം ഈ പൊടിയിൽ. ഈ ചിക്കനൊന്നും കാണാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും നല്ല പുരട്ടി പോകണം. അപ്പോഴാണ് അതിൻ്റെ കോട്ടിങ് ആവുള്ളതിനുള്ളൂ നല്ല 4 പറ. അങ്ങനെ എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കിയിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി പ്രത്യേകം കഴിക്കണം, അപ്പോഴേ അറിയുള്ളൂ ടേസ്റ്റ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ലീവ് ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. എപ്പോഴും ജോലിക്ക് പോണവർക്ക് പറ്റില്ല. അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അതൊന്നും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വെറൈറ്റി ചിക്കനാണ്. പക്ഷെ ആ പാലിൽ തിളപ്പിച്ച് ഒരു 3/4 ലിറ്റർ പാൽ 1/2 ലിറ്റർ ആക്കി തിളപ്പിച്ച് വറ്റിച്ച പാലാവണം. നല്ല പച്ചവെള്ളം പോലുള്ള പാലൊന്നും വെച്ചിട്ട് ആ ചിക്കൻ മൂടണ വരയ്ക്കും വെക്കുകയും വേണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലൊരു മണിക്കൂർ വെക്കണം. പാകത്തിനുള്ള ഉപ്പ്, പിന്നെ വിനീഗർ മസ്റ്റായിട്ട് ഒഴിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം ഉണ്ടാക്കി നോക്കൂ. സംശയം എന്നെ ചോദിച്ചാൽ പറഞ്ഞു തരാം, ആർക്കെങ്കിലും സംശയം ഉണ്ടിച്ചാൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇന്ന് ചിക്കൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരുമില്ല, എല്ലാവർക്കും ചിക്കൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്കും. നമുക്ക് കടയിൽ നിന്നൊക്കെ പോയിട്ട് ഇതിലൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങണതാണ്. അങ്ങനെയൊന്നും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് പണി ചെയ്യാൻ, കുറച്ച് മെനക്കെട്ട് ചെയ്യണം, അത്ര മാത്രം തന്നെ ഉള്ളൂ. ഇത് വലിയ ഒരുപാട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയണത്. അപ്പോൾ ഇനി കുറച്ച് വീഡിയോ മിസ്സായി പോയതാണ് ആദ്യം എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഞാനൊരു ഫുള്ള് അങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആക്കണതും കുതിർത്താൻ വെക്കുന്നതും ഒക്കെ അങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ഇനി വരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.